ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടകനായാണ് നടൻ മമ്മൂട്ടി ചടങ്ങിനെത്തിയത്. പരിസരം ശുചിയായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണെന്നും വിദേശ രാജ്യങ്ങളിലെ രീതികൾ മാതൃകയാക്കാൻ കഴിയുന്നതാണെന്നും മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു. ശ്രീനിവാസനുമായി നടത്തിയ കൃഷി ചർച്ചയെക്കുറിച്ച് പറയാനും മമ്മൂട്ടി മറന്നില്ല. ഞാനും ശ്രീനിവാസനുമായി ചെറിയൊരു വാഗ്വാദം ഉണ്ടായി. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ജൈവ കൃഷിയാണോ സ്വാഭാവിക കൃഷിയാണോ എന്ന് ചോദിച്ചു. പുള്ളി പക്ഷേ ഇത് രണ്ടിൽ ഏതാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം എന്ത് വളമാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചപ്പോൾ സ്വാഭാവിക വളങ്ങളാണ്, ഞങ്ങൾ വളം വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. വളം കടകളിൽ വാങ്ങിക്കുന്ന വളം ജൈവ വളം എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന വെള്ളത്തിൽ ചില ആയുർവേദ ആളുകൾ ഈ പാരസെറ്റമോൾ ഇട്ട് ആയുർവേദ ഗുളിക തരുന്ന പോലെ ഉള്ളൂ. അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാകില്ല എന്നുള്ളതിന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ജൈവ കൃഷി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വാഭാവിക കൃഷിയാണ്. പരീക്ഷണങ്ങളിലൂടെ സ്വന്തമാക്കിയ കൃഷിപാഠങ്ങളാണ് ശ്രീനിവാസൻ പങ്കുവച്ചത്. കൂട്ടത്തിൽ മമ്മൂട്ടിക്കുള്ള രസികൻ മറുപടിയും. ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു ഭ്രാന്തനാണല്ലോ പുള്ളി. എന്നോട് പറഞ്ഞു, ടോക്കിയോയിലാണല്ലോ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയത് എന്താണ് അവിടെ ഇറങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വന്നോളൂ, അവിടെ അതിനുള്ള പണം ഞാനവിടെ ഏർപ്പാട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടിട്ട് ഇദ്ദേഹം ചോദിച്ചു, ഏറ്റവും പുതിയതാണ് പറഞ്ഞത്, സാധനങ്ങൾ മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞു. കുറേ സാധനങ്ങൾ ഏറ്റവും പുതിയത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് എന്ത് പടിയാണ് കാണിച്ചത്, പറ്റിക്കല്ലേ ചെയ്തതെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, 1 വർഷമായിട്ട് അവിടെ പുതിയ ഒരു സാധനവും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ജപ്പാനിൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പോയി ഏറ്റവും പുതിയ സാധനങ്ങളൊക്കെ കൈക്കലാക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലില്ലാതെ കർഷകർക്ക് കൃഷിയിലൂടെ ഉപജീവനം നടത്താനാവില്ലെന്നും ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു. മീഡിയ 1 കൊച്ചി.